ചോറ് വെക്കാറുണ്ടല്ലേ? മട്ടയരി ചോറ് എങ്ങനെയാണ് വെക്കണത് എന്ന് ഞാനൊന്ന് കാണിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോവാം ചോറ് എങ്ങനെ വെക്കണമെന്ന്. എന്താ വെച്ചാൽ ഞാൻ ചുവന്നരി ചോറാണ് ഉപയോഗിക്കാറ്. അതിപ്പോൾ ഡബിൾ ഹോഴ്സിൻ്റെ ആണെങ്കിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യണത്, ഞാനതാണ് ഉപയോഗിച്ചിരിക്കുക. അപ്പോൾ ഞാനതെങ്ങനെ ചെയ്യണമെന്ന് കാണിക്കാം. ഇനി ഇതിൽ നിറച്ചും വെള്ളം ഒഴിച്ച് വയ്ക്കുക. ഒരു സ്റ്റീൽ പാത്രത്തിലിട്ടിട്ട്, ഇങ്ങനെ ഒരു സ്റ്റീൽ പാത്രത്തിൽ ഞാൻ വെള്ളം ഒഴിച്ചു. അരി എടുത്ത് ഈ വെള്ളത്തിലിട്ടിട്ട് പാത്രത്തിലിട്ടിട്ട് വെള്ളം ഒഴിച്ചു. ഇതൊരു അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ ഞാൻ കുക്കറിൽ ചോറ് വയ്ക്കാൻ പോണ്. ഈ അരമണിക്കൂർ കുതിർത്തിയ ശേഷം ഈ മട്ടയരിയെ ഞാൻ സാധാരണയായിട്ട് വേവിക്കാറില്ല. എന്താ വെച്ചാൽ അതിന് സമയം എടുക്കും, മട്ടയരിയല്ലേ. അപ്പോൾ ഞാനിപ്പോൾ അതിന് വെള്ളം നല്ലോണം ചൂടായി. എപ്പോഴും വെള്ളം ചൂടായ ശേഷം നല്ലോണം തിളയ്ക്കുന്ന ചൂട് വരണം. തിളച്ചാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ കാണിക്കാമല്ലോ, നല്ലോണം തിളച്ച മാതിരി തന്നെയാണ് അത്. ഞാൻ ഈ അരി ഇടുകയാണ്. അരി ഞാൻ കഴുകി വെച്ചതാണ്. കഴുകി ഊറ്റി വെച്ചിട്ടില്ല, പക്ഷേ നന്നായി കഴുകി. ഇനി ഇതിൻ്റെ വെള്ളം മുഴുവൻ ഞാൻ കളഞ്ഞിട്ട് കൃത്യം അരമണിക്കൂറാണ് ഞാനിത് കുതിർത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിതിൻ്റെ വെള്ളം ഒരു വിധമൊക്കെ അതങ്ങനെ കളഞ്ഞു. എന്നിട്ട് ഞാൻ ഈ അരി ഇതിലേക്ക് ഇടുക. ഇതാ, പിന്നെ അരി ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഒന്ന് ഇളക്കണം. ഇപ്പം ഞാനിതിനെ ഒന്നിങ്ങനെ നന്നായി ഇളക്കുകയാണ്. അരിയുടെ തൊട്ട് ഒരു ഇഞ്ച് മുകളിൽ വെള്ളം നിൽക്കണം. വെള്ളം നല്ലോണം ഉണ്ടെങ്കിൽ മാത്രമേ അരി നന്നായി വേവുള്ളൂ. അപ്പോൾ ഞാനിതിനെ മൂടിയിട്ട് ഇപ്പോൾ എൻ്റെ സ്റ്റീം വരുമ്പോൾ വെയിറ്റ് ഇട്ടിട്ട് ഞാൻ ആകെ ഇതിൽ വെക്കാൻ പോകണം. അരമണിക്കൂർ വെച്ച ശേഷം 2 വിസിൽ, എന്നിട്ട് ഓഫ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഇപ്പോൾ അതിൽ നല്ലോണം സ്റ്റീം വന്നു. ശബ്ദം കേൾക്കണ്ടാവുമെന്ന് വിചാരിക്കും. ഇത് ഇടുകയാണ്. ഇത് കഴിഞ്ഞിട്ട് 2 വിസിലിന് ഓഫ് ചെയ്യും. ഇപ്പം ഞാൻ കുക്കർ തുറക്കുകയാണ്. ഇപ്പോൾ ഇത് എത്രത്തോളം നന്നായി വെന്തിട്ടുണ്ടെന്ന് കാണിച്ചു തരാം. ഇതാ നോക്കിക്കോളൂ. ഈ ചോറ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഒരുപാട് വെന്ത് കുഴഞ്ഞിട്ടില്ല. ഒരുപാട് കുഴഞ്ഞാതെ എന്തായാലും മഷിയെന്നാവും ഇങ്ങനെ കുറച്ച് നേരം. ഇനി ഇതിനെ വാർത്തിട്ട് ഞാൻ പിന്നെ കാണിക്കാം. ഇങ്ങനെ ഒരു കറി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ പേര് ഉപ്പ് ചാറ് എന്നാണ്. ഇതൊരു തിരുവിതാംകൂർ സ്റ്റൈൽ കറിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കാം. ഹലോ, ഇന്നൊരു പുതിയ കറിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. തിരുവിതാംകൂർ കറിയാണ് ഈ കറി. ഇതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നാണ് എനിക്ക് കേട്ടോ. മായ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ടുണ്ട്, അവർ പറഞ്ഞു തന്നാണ് ഈ കറി. തിരുവിതാംകൂർ മാത്രം, നമ്മളിവിടെയൊന്നും ഇത് ഉണ്ടാക്കണം കണ്ടിട്ടില്ല. ഇതൊരു നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. അത് നിങ്ങൾ കഴിച്ചു നോക്കൂ. ഞാൻ ആദ്യം ഉണ്ടാക്കണത് കാണിക്കട്ടെ കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഞാൻ ആദ്യം 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഇതിൽ ആദ്യം അവസാനത്തെ ഭാഗം അവസാനത്തെ ഭാഗം ആദ്യം കാണിക്കുക കേട്ടോ. എന്താ വെച്ചാൽ എല്ലാവരും സാധാരണ അവസാനമല്ലേ കടുക് വറുക്കുക. ഇതിപ്പോൾ അങ്ങനെയല്ല. ഇതിലിപ്പോൾ ഞാൻ ആദ്യം കറി ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടി, നിങ്ങൾക്ക് ഫൈനലായിട്ട് വേണമെങ്കിൽ കടുക് വറുത്തിടാം. അതിനെക്കാട്ടിലും എളുപ്പമായി ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിലേക്ക് കുറച്ച് കടുക് ഇടുന്നത് ഞാൻ കേട്ടോ. കടുക് ഇട്ടു. പിന്നെ കൂടെ തന്നെ 2 മുളക്. നിങ്ങൾക്ക് എൻ്റെ 2 വലിയ മുളക് നീളത്തിലായതുകൊണ്ട് ഞാനൊന്ന് 2ആക്കിയിരുന്നു. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അതിനെ ഇടാം കേട്ടോ. എന്നിട്ട് കുറച്ച് കറിവേപ്പിലേക്ക് എന്താ വലിപ്പം! എൻ്റെ അമ്മ നോക്കൂ, ഇത്ര വലിയ ഇലയാണ് കിട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ കുറച്ച് കറിവേപ്പില ഇടുകയാണ്. അത് പൊട്ടി വരുമ്പോൾ ഇപ്പോൾ ഈ വഴുതിരിങ്ങ, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വഴുതിരിങ്ങ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഇതെൻ്റെ നീളൻ ഉണ്ട വഴുതിരിങ്ങയോ. ഇത് ഞാനിതിലേക്ക് പൊട്ടി. ഇത് നന്നായി ഒന്ന് വഴറ്റുകയാണ്. ഈ വഴുതിരിങ്ങ ഇതിലിട്ടിട്ട് ഞാൻ നന്നായിട്ട് വഴറ്റുക. ഇതെങ്ങനെയറിയോ? ഇത് വെന്ത് വരണം, വെള്ളം ഒഴിക്കരുത്. നമ്മൾ വഴുതിരിങ്ങ മുഴുക്ക പുരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വഴട്ടാറില്ലേ, അതേ മാതിരി കേട്ടോ ചെയ്യേണ്ടത്.
ഇത് ഈ നല്ല ഹൈ ഹീറ്റിൽ ഞാനിപ്പോൾ ഇതിനെ വറുത്തതാണ്. ഈ വഴുതനങ്ങയ്ക്ക് വേണ്ട ഉപ്പ് മാത്രമേ ഇടണം, എന്നാലേ ഈ ഉപ്പ് പിടിച്ചാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇടുകയാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ വേഗം വഴുതനങ്ങ ഒന്ന് നമുക്ക് വഴന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് വഴന്ന് തരുന്ന നേരം കൊണ്ട് ഞാൻ ഇനി ഇതിലേക്ക് എന്താണ് അരക്കേണ്ടതെന്ന് കാണിക്കാം. ഇപ്പം ഞാൻ ഒരു ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മുളക്, കുറച്ച് കുരുമുളക് കഷ്ടിച്ച് 1 ടീസ്പൂൺ ഉണ്ടാവും കേട്ടോ, 3/4 ടീസ്പൂണും എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 മണി വളരെ കുറവ് ഉലുവ ഇതിട്ടിട്ട് ഒന്ന് നന്നായി റോസ്റ്റ് ചെയ്യട്ടെ. ഇത് നന്നായി റോസ്റ്റ് ചെയ്ത് മുളകിൻ്റെ കളറൊക്കെ മാറി കുരുമുളകിൻ്റെ കളറും മാറി നല്ലൊരു മണം വരും. മുളകൊക്കെ ഇങ്ങനെ കറുകറുന്നാവുമല്ലോ. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഓഫ് ചെയ്യേണ്ട, ഇപ്പോൾ ഈ വറുത്തത് ഓഫ് ചെയ്യണ്ടോ. മുളകൊക്കെ നന്നായി ചൂടായി, കുരുമുളക് നല്ല പൊട്ടിത്തുടങ്ങി, ഉലുവയുടെ കളറൊക്കെ കണ്ടു. കുരുമുളക് ഇങ്ങനെ പൊട്ടുന്ന സമയത്ത് ഞാനിത് ഓഫ് ചെയ്യണം കേട്ടോ. ഇനി ഇതിൽ അരയ്ക്കാനുള്ളത് എന്താ വെച്ചാൽ ഞാൻ കാണിക്കാം. ഇപ്പം എൻ്റെ വഴുതനങ്ങ നന്നായി വെന്തു വന്നു കേട്ടോ. ഇതിലൊരു തുള്ളി പോലും വെള്ളമില്ല. ഞാൻ ഉപ്പിട്ടിട്ട് നന്നായി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി അടച്ച് വെച്ച് ഇതിപ്പോൾ ഇങ്ങനെ വഴന്നിരിക്കുന്നുണ്ട്. വേഗം അരച്ചിട്ട് വരാം. ഇപ്പോൾ ഈ മിക്സിയിലേക്ക് ഞാൻ 1/2 മുറി തേങ്ങ കേട്ടോ, പിന്നെ കുറച്ച് മഞ്ഞൾ, ഇപ്പം ഞാൻ ചൂടാക്കി എടുത്തില്ലേ, റോസ്റ്റ് ചെയ്തില്ലേ ആ മുളക്. അരയ്ക്കാൻ പോകുന്നത് കുറച്ച് മോരൊഴിച്ചിട്ടാണ് ഇത് അരയ്ക്കണം. ഇതൊന്നും കൂടി 1 കപ്പെങ്കിലും മോരൊഴിക്കണം. പാകത്തിൽ പുളിച്ച മോരാണ്. ഇനി ഇതൊന്ന് അരച്ചിട്ട് വരാം. ഇപ്പോൾ എൻ്റെ ഈ വഴുതനങ്ങ വഴന്ന് വന്നിട്ടില്ലേ, ഈ കറിയിലേക്ക് ഞാൻ ഈ അരച്ചത് കണ്ടോ, ഈ കളറാണ് ഉണ്ടാവുക. ഇത് നിങ്ങൾക്ക് തോന്നും മോരൊഴിച്ച കറി മാതിരിയുണ്ട്, പക്ഷെ മോരൊഴിച്ച് കൂട്ടാനായിട്ട് ഒരു ബന്ധമില്ല. നല്ല ഒഴിച്ച് കൂട്ടാനാണ്, പക്ഷേ ഇത് കുറച്ച് കുറുകിയിട്ടായിരിക്കുക കേട്ടോ ഈ കറി. അപ്പോൾ ഇനി ഞാൻ ഈ വഴുതനങ്ങയിലേക്ക് ഉപ്പിട്ടിട്ടാണ് ചെയ്തത്, പക്ഷേ ഈ അരപ്പിന് വേണ്ടത് കൂടി കുറച്ച് ഇടണം. അപ്പോൾ ഞാൻ അതിലേക്ക് ലേശം കൂടി ഉപ്പിടുക. ഇനി ഈ കറി ഒന്ന് നന്നായി തിളയ്ക്കണം. മറ്റേ നമ്മൾ സാധാരണ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഇത് കാളന്മാരി മോരൊഴിച്ച ജീരകമൊക്കെ അരച്ച് മോരൊഴിച്ച കറിയില്ലേ, അത് മരിയാണ് ഉണ്ടാവുന്നത്. പക്ഷെ അത് നമ്മൾ കൂടുതൽ തിളയ്ക്കാൻ വയ്ക്കാറില്ല, ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. പക്ഷേ ഈ കറി അങ്ങനെയല്ല, നന്നായി ഒന്ന് തിളയ്ക്കണം. അപ്പോൾ അതൊന്ന് തിളക്കട്ടെ കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഈ കറി നന്നായി തിളച്ചു. ഇങ്ങനെ നല്ലോണം തിളയ്ക്കണം കറി, ഇല്ലെങ്കിൽ എന്താ അറിയോ, അതിൻ്റെ ടേസ്റ്റ് വരില്ല. എന്നിട്ട് അതൊന്ന് കുറച്ചൊന്ന് കുറുകണം. ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് മോരൊഴിച്ചുകൊണ്ട്. അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി തന്നെ നോക്കൂ കേട്ടോ ഒന്ന്, എന്നിട്ട് എന്നോട് ഫീഡ്ബാക്ക് പറയും. എന്നിട്ട് ഇപ്പോൾ തിളച്ചപ്പോൾ ഞാൻ ഓഫ് ചെയ്യുകയാണ്. ഇനി നന്നായി തിളച്ചു. ഞാനിതിലേക്ക് കുറച്ച് പച്ച കറിവേപ്പില ഇടുകയാണ്. ഇനി ഇത് നമുക്ക് അടച്ച് വയ്ക്കാം. കഴിക്കുമ്പോൾ ഇട്ടിട്ട് കഴിക്കാം. കടുകൊക്കെ വറുത്തിട്ട് കഴിഞ്ഞുകൊണ്ട് ഇനി കടുക് വറവൊന്നും ഇടണമെന്നില്ല, കടുകൊക്കെ ഇതിലുണ്ട്. നിങ്ങൾക്ക് കാണുമോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം. ചിലവരെന്ത് ചെയ്യുമോ, അവർ പറഞ്ഞു തന്നത് എനിക്ക് ആദ്യം വഴുതനങ്ങ വെറുതെ ഒന്ന് എണ്ണ ഒഴിച്ച് വഴറ്റും. എന്നിട്ട് തേങ്ങ അരച്ച് തേങ്ങയും കുരുമുളകും മുളകും കൂടെ അരയ്ക്കും. ചീനച്ചട്ടി വെച്ച് കടുക് പൊട്ടിച്ചിട്ട് ഈ അരച്ചത് ഒഴിക്കും. എന്നിട്ട് അതിലേക്ക് ഈ വഴുതനങ്ങ ഇടും. എന്നിട്ട് എല്ലാം കൂടി തിളപ്പിക്കും. പക്ഷേ ഇത് കുറച്ചുകൂടി എളുപ്പമാണ്. എന്താ വെച്ചാൽ ആദ്യമേ കടുക് പൊട്ടിച്ച് വഴുതനങ്ങ അതിൽ തന്നെ വഴറ്റിച്ചാൽ കുറച്ച് വേഗം കഴിയുമല്ലോ. അപ്പോൾ ഞാൻ ഇനി എൻ്റെ പാത്രത്തിലാക്കട്ടെ. ഇപ്പോൾ ഈ കറി കണ്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അതൊന്ന് കഴിച്ചുണ്ടാക്കി നോക്കൂ. ഞാൻ പറയില്ല, ടേസ്റ്റൊന്നും ഞാൻ പറയില്ല. ഇതാ വഴുതനങ്ങയും കാണുന്നുണ്ട്. ഇതിൻ്റെ പേരാണ് ഉപ്പ് ചാറ്. ഈ കറിയുടെ പേര് ഉപ്പ് ചാറ് എന്നാണ്. അതിൻ്റെ പേരെന്തോടെ അങ്ങനെ പറയണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറയാം അങ്ങനെയാണ് പറയുകയെന്ന്. പക്ഷെ അത് വഴുതനങ്ങയാണ് അതിൻ്റെ കൂട്ട്. വഴുതനങ്ങ മാത്രമാണ് അതിലിട്ടിരിക്കുന്നത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി ഊണ് കഴിക്കാനിരിക്കാം. ഞാൻ ഇപ്പോൾ ഒരു അവരക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബീറ്റ്റൂട്ട് ഫ്രൈ, അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്.
അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ബീറ്റ്റൂട്ട് ഫ്രൈ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ചോറ് വിളമ്പി. ചോറ് കണ്ടോ നന്നായി ഉലർന്നിരിക്കുന്നുണ്ട്. ഒരു അത് കഞ്ഞി കെട്ടിയ മാതിരിയോ അങ്ങനെ ഒന്നുമില്ല. കൂടെ തന്നെ എൻ്റെ ഉപ്പ് ചാറ് കറി, പിന്നെ ഇത്തിരി കറിവേപ്പില തൊക്ക്. അപ്പോൾ ഇന്നത്തെ അങ്ങനെ ഊണ് ഭയങ്കര കുശാലായി. അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ തൈരുണ്ട്. അങ്ങനെ see you, bye in the next video. See you.